ഹലോ വെൽക്കം ടു ജിത്ത വീട്ടി ലൈറ്റ്സ്. നമ്മുടെ ഈ വീക്കെൻഡ് ജിത്ത ലയൻസിൽ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ആക്ച്വലി നമ്മുടെ ഒരു ഫുൾ സർക്കിൾ സാധാരണ ജിത്ത ലയൻസിലേക്ക് പോകുമ്പോൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇന്ന് ഞാനും ഏട്ടനും മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ ഒരു ബഹളമൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനത്തെ ഒരു ആക്ടിവിറ്റി മോഡാണ് അവിടെ ഉള്ളത് എന്നുള്ളത്. കുറേ ചോയ്സസ് നമുക്കുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ബോളിംഗ് ആണ് ആസ് യൂഷ്വൽ തിരഞ്ഞെടുത്തത്. ഞാനും ഏട്ടനും മാത്രമായിട്ടൊരു ബോളിംഗ് എനിക്ക് പുതിയൊരു അനുഭവമാണ്. സാധാരണ ഞങ്ങൾ എല്ലാവരും ഉണ്ടാവാറുണ്ട്. ഫസ്റ്റ് ബൗളിൽ തന്നെ നമുക്കൊരു 9 പിൻസോളം വീഴ്ത്താൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഒരെണ്ണം അവിടെ സ്റ്റേബിളാണ്. എനിക്കങ്ങനെ എപ്പോഴും ഒന്നും ഫുള്ളൊന്നും പുന്നൊന്നും വീണ് പോവില്ല. രണ്ടാമത് വീണ്ടും എറിയുന്നുണ്ട്. പക്ഷേ ഒരു മൈന്യൂട്ട് വ്യത്യാസത്തിൽ ആ പിന്നെ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. പിന്നെ ഏട്ടൻ കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുട്ടികളൊക്കെ കൊണ്ടുവന്നാൽ ഭയങ്കര ഇൻവോൾവ് ആയിട്ട് എൻ്റർടൈൻമെൻറ്റ് ഒരുപാടുണ്ട്. നമുക്ക് കുറേ സമയം അവരെ എൻഗേജ് ചെയ്തിരുത്താൻ പറ്റും. ഈ ബോൾസിനൊക്കെ ഭയങ്കര വെയിറ്റാണ് കേട്ടോ. വെയിറ്റ് കുറവുള്ളത് നോക്കിയേ ഞാൻ എടുക്കാറുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോകാറുണ്ട് മിക്കപ്പോഴും. അതുകൊണ്ട് വെയിറ്റ് കുറഞ്ഞ് ചെറിയ ചെറിയ ബോളുകളൊക്കെ ഞാൻ എടുക്കാറുള്ളൂ. ഏകദേശം ഇതിൽ നമ്പേഴ്സ് സെലക്ട് ചെയ്യാം. നമുക്ക് 8 എന്നൊക്കെയുള്ള ബോൾസാണ് ഞാൻ യൂഷ്വലി എടുക്കാറ്. പിന്നെ അങ്ങോട്ട് തുടർച്ചയായി എറിയലായിരുന്നു. പക്ഷേ ഏട്ടൻ അങ്ങനെ അധികം കോൺസെൻട്രേറ്റ് ചെയ്യാഞ്ഞിട്ട് കൂടി ഞങ്ങൾ ടൈലാണ് അവസാനിച്ചത്. എന്തായാലും വന്നതല്ലേ, റേസിങ്ങിലൊന്നും ഞാൻ അത്ര താല്പര്യമില്ല. അതുകൊണ്ട് ബാസ്ക്കറ്റ് ബോൾ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നോക്കുന്നുള്ള അമിത അഹങ്കാര ഭാവത്തിൽ ഞാനത് എറിയുന്നുണ്ട്. പക്ഷേ ആ ബോൾ നേരെ തെന്നി വന്നാൽ നെറ്റിലടിച്ച് വീഴുന്നുണ്ട്. 3 ബോൾസായിരുന്നു ഉണ്ടായിരുന്നു. അതിൽ ഒന്ന് ഞാൻ വീഴ്ത്തിയിട്ടുണ്ട്, ഒന്ന് ഏട്ടനും വീഴ്ത്തിയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഓക്കെ ബൈ മതി, നമ്മുടെ ഒരു ഫൺ സെക്ഷൻ കഴിഞ്ഞതുപോലെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഒരുമിച്ചുണ്ട് എന്നുണ്ടെങ്കിൽ അത് വേറൊരു വൈബാണ്. ഇവിടെ ഞങ്ങൾക്കത് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ 2 പേരേ ഉള്ളൂ എന്നുണ്ടെങ്കിലും നമ്മളത് എൻജോയ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് മാക്സിമം. അപ്പോഴാണ് നബീൽ പറയുന്നത് അവൻ ഫ്രീ ആണെന്ന്. എങ്കിൽ പിന്നെ അവനെ കൂടെ പിക്ക് ചെയ്തിട്ട് നമുക്ക് കഴിക്കാൻ പോകാം എന്നുള്ളൊരു ഐഡിയയിൽ എത്തിയിട്ടുണ്ട്. ജിദ്ദയിൽ ദേപ്പുട്ട് വന്നിട്ട് കുറച്ച് മാസങ്ങളായി. പക്ഷെ നമ്മളിതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഇന്ന് അങ്ങനെ ആവാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ ദേപ്പുട്ടിലേക്ക് കയറി. സ്റ്റാർട്ടേഴ്സായിട്ട് ചിക്കൻ സ്ക്യൂവേഴ്സും ഒരു സൂപ്പും പറഞ്ഞിട്ടുണ്ട്. ഇതവരുടെ വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. ഈ നടുക്ക് തട്ടിയതെന്ന് പറഞ്ഞാൽ ഒരു സീ ഫുഡിൻ്റെ ഫുൾ കളക്ഷൻ ഓഫ് കറീസാണ്. അതിൽ ഞണ്ടുണ്ട്, കൊഞ്ചുണ്ട്, കണവയുണ്ട്, നെയ്മീനുണ്ട്. അതുപോലെ തന്നെ ദോശ, പുട്ട്, പൊറോട്ട, നൂലപ്പം, കിഴങ്ങ്, ചീനി, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ഒരു 3 ആൾക്കൊക്കെ ഈ ഒരു പ്ലേറ്റ് മതിയാവും. ഈ ഒരു ഡിഷിന് 120 റിയാലായിരുന്നു ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി അത് വർത്തിട്ടാണോ എന്ന് ഡൗട്ട്ഫുൾ ആണ്. നമ്മൾ ഓർഡർ ചെയ്തൊരു ഡിഷ് അനുസരിച്ചിട്ട് നമുക്കൊരു ഓക്കെ എക്സ്പീരിയൻസ് ആയിരുന്നു ദേപ്പുട്ട് തന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്